കാന്തപുരം മുന്നോട്ട് വരിക, കുത്തിത്തിരിപ്പുകാർ പിന്നോട്ട് പോകുക. കഴിഞ്ഞ 4-5 വർഷമായി നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ തട്ടിക്കൂട്ട് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഒന്നുമറിയാത്ത നിമിഷപ്രിയയുടെ അമ്മയെയും ഹൈജാക്ക് ചെയ്ത് യമനിൽ മലമറിക്കുന്നു എന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചു പൊട്ടടിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പൊയ്മുഖം നാം തിരിച്ചറിഞ്ഞത് ഇക്കഴിഞ്ഞ ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴാണ്. എല്ലാ മാർഗങ്ങളും അടഞ്ഞ് വധശിക്ഷ നടപ്പിലാക്കുവാൻ വെറും 72 മണിക്കൂർ ബാക്കി നിൽക്കവെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് ജൂലൈ 16-ന് നടപ്പിലാക്കുവാൻ നിശ്ചയിച്ച വധശിക്ഷ മാറ്റിവെച്ചതായി യമൻ അധികൃതരെ കൊണ്ട് ഉത്തരവിറക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. പലരും പല പരിശ്രമങ്ങളും നടത്തിയിരുന്നു, അതിനെയൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. എങ്കിലും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായത് കാന്തപുരം ഇടപെട്ടതിന് ശേഷം മാത്രമാണ്. നയതന്ത്ര പ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും ഒക്കെ വർഷങ്ങളായി അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ആദ്യം ഉയർത്തിയത് ITV ന്യൂസ് ആയിരുന്നു. സേവ് നിമിഷപ്രിയ ബിഗ് ക്യാമ്പയിന്റെ പേരിൽ കോടികൾ പിരിച്ചു തട്ടിപ്പ് നടത്തിയ വാർത്തകളും പൊതുസമൂഹത്തെ തെളിവുകളടക്കം ആദ്യം അറിയിച്ചതും ITV ന്യൂസ് ആയിരുന്നു. അപ്പോഴാണ് പലരും ചിന്തിച്ചു തുടങ്ങിയത്, ഈ പേരിൽ ഇവറ്റകൾ തീവട്ടിക്കൊള്ള നടത്തുകയായിരുന്നല്ലോ ദൈവമേ എന്ന്. ഇവന്മാർ മധ്യസ്ഥ ചർച്ചകൾക്ക് എന്ന പേരിൽ കോടികൾ പിരിച്ചിട്ട് ആ പണം എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു? എന്തെങ്കിലും ഒരു പുരോഗതി ഇവർക്ക് ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടാക്കുവാൻ സാധിച്ചോ? സാധിച്ചിരുന്നുവെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഇവന്മാർ കോടികൾ പിരിച്ച് പൊട്ടടിച്ചതല്ലാതെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളെയോ അതുമല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യലായ ഒരാളെപ്പോലും കാണുവാൻ ഇവർക്ക് ഇതുവരെ പറ്റിയോ? ഇല്ല. ഇവരുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്കുള്ള തീയതിയും പെട്ടെന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, മനുഷ്യാവകാശം എന്ന് പറഞ്ഞു ചെന്നാൽ 10 വയസ്സുകാരൻ പോലും കൊച്ചുപിച്ചാത്തി കയറ്റുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുന്ന ഒരു നാട്ടിൽ സ്വയം പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി വന്ന സാമുവൽ എന്ന ഏതോ ഒരു അണ്ണാച്ചിക്ക് ഇവിടുത്തെ മാപ്രകൾ ചാർത്തിക്കൊടുത്ത പട്ടം പ്രമുഖ വ്യവസായിയും മനുഷ്യാവകാശ പ്രവർത്തകനും എന്നാണ്. ഇവൻ എന്ത് വ്യവസായമാണ് ചെയ്തതെന്നും എവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകനാണെന്നും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ സാമുവൽ എന്ന അണ്ണാച്ചിക്ക് യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് ഭാഷ പോലും അറിയാതെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാൾ പോലും ഇതുവരെ ചിന്തിച്ചില്ല. ഒട്ടകത്തെ മേയ്ക്കുവാൻ പണ്ട് എവിടെയോ പോയ ആളെങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകനാകും? ഇവൻ ഏതെങ്കിലും ഒരു കത്തോലിക്ക ബിഷപ്പിന്റെ ആശ്രിതനോ ഏജന്റോ ആകാനാണ് സാധ്യത. ലോകമെമ്പാടുമുള്ള മുസ്ലിം പണ്ഡിതർ ബഹുമാനിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾക്ക് യമനിലുള്ള മതനേതാക്കൾ വില കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിമിഷപ്രിയ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും പറയുവാൻ കാരണം ഞാൻ കാന്തപുരത്തിൻ്റെ ഒരു PR ഏജന്റോ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭാവിയോ ഒന്നുമല്ല. പല കാര്യത്തിലും എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലോടെയാണ് ഈ മനുഷ്യാവകാശ ആക്ഷൻ കൗൺസിൽ കള്ളനാണയങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീണത്. കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തുടർ ചർച്ചകൾ തുടരട്ടെ. ബാക്കിയുള്ള തീവട്ടികൾ വായടച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കട്ടെ. ഇനി യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കേണ്ടുന്നത് മനുഷ്യാവകാശ ആക്ഷൻ കൗൺസിൽ യൂട്യൂബർമാർ സംയുക്തമായി നിമിഷയുടെ പേര് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളിൽ സീനിയർ ജേർണലിസ്റ്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ രമേശ് മാത്യുവിന്റെ പ്രതികരണം കേട്ടാലും. സുനിൽ, ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ രീതിയിൽ ഈ യമനിലെ നിമിഷപ്രിയയുടെ ഇഷ്യൂല് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇന്ത്യൻ റിലീജിയസ് ലീഡർ എന്ന് പറയുന്നത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലൗട്ട് ദോഹയിൽ നടന്നിരുന്ന ഡിസിഡ്, ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയാതെ, ദോഹ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇന്റർ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അവർ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ വർഷവും നടന്നിരുന്ന മീറ്റിന് 2 പ്രാവശ്യം തെങ്ങാണ്ട് ഞാൻ കാന്തപുരം അവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അന്ന്. അപ്പോഴന്ന് ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വേൾഡ് ലെവലിലുള്ള ക്രിസ്ത്യൻ ലീഡേഴ്സ്, മുസ്ലിം ലീഡേഴ്സ്, ജ്യൂസിൻ്റെ ലീഡേഴ്സ് ഇവരെല്ലാം വരുന്ന ഒരു ഗ്യാതറിങ്ങാണ്. അവിടുത്തെ എമീറിൻ്റെ നേതൃത്വത്തിൽ തന്നെ വർഷങ്ങളായിട്ട് നടന്നിരുന്ന ഒരു മീറ്റിംഗാണ്. അതിന് 2 പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ സൗത്ത് ഏഷ്യയിൽ നിന്ന് തന്നെ ഈ സർക്കിളിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെട്ട ഒരു നേതാവ് ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹം അവരുടെ ഇടയിലൊക്കെ ഇരിക്കുന്നതും ഈ വലിയ വലിയ നേതാക്കന്മാരുടെയും കൂടെ
അന്ന് ഈജിപ്തിലെ ആരോ വലിയ നേതാവിൻ്റെ കൂടെയാണ് ഞാനന്ന് അദ്ദേഹത്തെ അവിടെ കണ്ടത് ആ മീറ്റിങ്ങിൽ. ഈജിപ്തിലെ വലിയൊരു റിലീജിയസ് ക്ലറിക് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണ്, ബോസ്നിയയിലെ സെറയാവോയിലെ അവിടുത്തെ മെയിൻ മോസ്കിൻ്റെ ഗ്രാൻഡ് മുഫ്തിയൊക്കെ ആയിട്ടിരുന്ന ആളുടെ കൂടെ ഇദ്ദേഹം ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ ആ ലെവലിൽ ഇന്ത്യയിൽ നിന്നാകെ കൂടി കണ്ടതും അത്രമാത്രം അറബ് ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന് ഈ ഇഷ്യൂവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഈ സേവ് നിമിഷപ്രിയ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സംഘടനകളൊക്കെ വെറും നേരം പോക്കാണ്. അല്ലാതെ അവരിൽ ബഹുഭൂരിപക്ഷത്തിനും വേറെ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, സംശയങ്ങൾ, മീഡിയ അറ്റൻഷൻ കിട്ടാൻ. ഇന്ന് തന്നെ ഡൽഹിയിലെ ഒരു വക്കീൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. ആരും തലാലിൻ്റെ കുടുംബത്തിനെ ബന്ധപ്പെടുത്ത, തലാലിൻ്റെ കുടുംബത്തിനെ അല്ലല്ലോ ബന്ധപ്പെടുന്ന, കാന്തപുരം മുസ്ലിയാർ ബന്ധപ്പെട്ടിരിക്കുന്ന അവിടുത്തെ അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആ നാട്ടിലെ അവരെ പബ്ലിക്കായിട്ട് ആ മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം ക്ലറിക്കിനെ തന്നെ പുള്ളി ബന്ധം അവരുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അദ്ദേഹത്തിന് അവരോട് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതിനോളം വലിയ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ്, അത് എനിക്ക് മനസ്സിലാകാത്ത മധ്യപൂർവ്വ ഏഷ്യയിലൊക്കെ എന്താ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. അവിടെ പോയി നമ്മുടെ ഇന്ത്യക്കാരൻ ഒരാൾ, എന്തോ ഒരു തമിഴൻ, അയാളവിടെ പത്രങ്ങളൊക്കെ അദ്ദേഹത്തെ വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നും പറഞ്ഞാണ് പത്രങ്ങളിലൊക്കെ അടിച്ചത്. അദ്ദേഹം എന്ത് മനുഷ്യാവകാശ പ്രവർത്തനം അവിടെ നടത്തുന്നത്? അവർക്ക് അവിടെ എന്ത് മനുഷ്യാവകാശമാണ് ആ മേഖലയിലുള്ളത്? അവിടെ റിലീജിയസ് സ്കോളേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നടക്കും. അപ്പം അത് ആ ലെവലിൽ കാന്തപുരത്തിനെ പോലെ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് അവിടുത്തെ ഹയർ ലെവൽ അതോറിറ്റീസിൻ്റെ അടുത്തോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൽ കൂടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ പറഞ്ഞ സോ കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകൻ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അയാൾക്ക് ആരെയും അവരുടെ വീട്ടുകാരെയോ അവിടുത്തെ റിലീജിയസ് അതോറിറ്റീസിനെ ഒന്നും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം തന്നെ അറിയാമല്ലോ അയാൾക്ക് ആകെ കൂടി അറിയാവുന്ന ആരെയായിരിക്കും. അതും ഒരു ഇന്ത്യക്കാരൻ, ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാക്സിമം എവിടം വരെ ഇടപെടാൻ പറ്റും ഒരു ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? അതൊക്കെ ഒന്ന് മനസ്സിൽ കാണേണ്ട തന്നെ കാര്യമാണ്. അങ്ങനെയുള്ള സംഘടനകളെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവരുടെ ഇൻറ്റൻഷൻ ഇതൊന്നും അല്ല. അവരുടെ ഇൻറ്റൻഷൻ ഈ കാന്തപുരത്തെ പോലുള്ള ആൾക്കാർ നടത്തുന്ന എഫേർട്ടിനെ എങ്ങനെയും തോട്ട് ചെയ്യാനും അതിനെ കുറച്ച് കാണിക്കാനുമാണ് അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവിശ്വസിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.